Hello friends, welcome to 𝐿𝑑𝐔𝐋𝐄 𝐂𝐇𝐀 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ പേ ലെറ്റർ കാർഡിൻ്റെ ഒരു പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ RBI പുറത്തുവിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിനും പുതിയൊരു റൂള് വന്നിട്ടുണ്ട്. അത് ജൂലൈ 1-ാം തീയതി തൊട്ട് ആക്ച്വലി നമ്മുടെ ഇംപ്ലിമെൻ്റ് ആയി. അത് ജൂലൈ ഇപ്പോൾ നമ്മുടെ കിടന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മുടെ 4-ാം തീയതിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ റൂൾസുകളൊക്കെ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5-8 റൂൾസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ ആക്ച്വലി നമുക്ക് റൂൾസ് നല്ലതായാണല്ലോ ബെനിഫിറ്റ് വരിക. അപ്പോൾ ബാങ്കിന് അവരെന്തായാലും ലാഭം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ കാര്യം തന്നെ നോക്കിയറിയാം. പണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ എന്തോ സംഭവം ചെയ്യേണ്ട പോലെ. ഇപ്പോൾ പക്ഷേ നമുക്ക് വിളിച്ച് കൊടുക്കുകയാണ് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത്ര കോമ്പറ്റീഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ മാറിയത്. പോരാത്തതിന് അവർക്ക് ലാഭം കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനും മാത്രം വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ റൂൾസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂൾസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമേഴ്സിനാണോ ബെനിഫിറ്റ് ആയിട്ട് വന്നേക്കുന്നത് അതോ ബാങ്കിനാണോ ബെനിഫിറ്റ് ആയിട്ട് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ RBI എന്ന് പറയുമ്പോൾ ആക്ച്വലി രണ്ട് സൈഡ് നോക്കണമല്ലോ അവർക്ക്. അപ്പോൾ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് റൂൾസ് എന്തായാലും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് എന്തായാലും എളുപ്പമാക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അത് ഞാൻ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ ആക്ച്വലി നമ്മുടെ പോയിൻ്റായിട്ട് നമ്മൾ നോട്ടായിട്ട് എഴുതി വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പോയിന്റ് മാറാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് നമുക്ക് വന്നേക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഫസ്റ്റ് റൂൾ വന്നേക്കുന്നത് ഇപ്പോൾ ഇതാണ്. നമ്മുടെ ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവാൻ ഡ്യൂവേ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ബാങ്കിനുള്ള ഒരു റൂൾ ചേഞ്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ കുറേ പേർക്ക് നമുക്ക് ഇപ്പോൾ കണ്ടിട്ടായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ജനറേറ്റ് ആവില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു ഫിക്സഡ് ജനറേഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ജനറേറ്റ് ആവില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും ജനറേറ്റ് ആവുക. അങ്ങനെ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഡ്യൂ ഡേറ്റ് മാറില്ല. പക്ഷേ ബിൽ ജനറേഷൻ മാറിയിട്ടുണ്ടാവും കുറേ പേർക്ക്. അങ്ങനെ കുറേ കംപ്ലയിൻറ്റ് ഇതുവരെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ഈ ബിൽ ജനറേഷൻ ഡേറ്റ് ഡിലേ ചെയ്യാൻ പാടില്ല. ഡിലേ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് ബാങ്കിന് ആക്ച്വലി പെനാൽറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് കസ്റ്റമേഴ്സിനോട് നല്ല റൂൾ തന്നെയാണ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അടുത്ത് വന്നേക്കുന്നത് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ഫയലിങ്ങിന് എതിരായിട്ടുള്ളൊരു എതിരല്ല, കംപ്ലയിൻറ്റ് ഫയലിങ്ങിനെ ഉള്ളൊരു ന്യൂസാണ് ആക്ച്വലി. ഇതിപ്പോൾ 30 ദിവസം റെസ്പോൺസ് 30 days ഓഫ് ഫയലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കംപ്ലയിൻറ്റ് ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതിന് നമ്മൾ ഫയൽ ചെയ്തു. മോസ്റ്റ്ലി നമ്മളെന്തായാലും ഇമെയിലായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സാധനം മാക്സിമം 30 daysനുള്ളത് വല്ല അവർ റെസ്പോണ്ടെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ആക്ച്വലി നമ്മുടെ ബാങ്കിന് എന്താ പറയുക ചെയ്തില്ലെങ്കിൽ ബാങ്കിന് പെനാൽറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെനാൽറ്റി ഡീറ്റെയിൽസ് ഇങ്ങനത്തെ കുറേ വരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം. പെനാൽറ്റിയെ കുറിച്ച് അങ്ങനെ ലാസ്റ്റായിട്ട് പറയാം. അപ്പോൾ അതൊരു കസ്റ്റമറിന് ഫേവർ ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. മൂന്നാമത്തെ വന്നേക്കുന്നത് നമുക്കറിയാം ഇതുവരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം നമുക്ക് ബില്ലിംഗ് സൈക്കിള് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാറില്ല. അവർ തരുന്ന ബില്ലിംഗ് സൈക്കിളാണ്. അപ്പോൾ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 10-ാം തീയതിയാണ്. അടുത്ത ഒരു ബില്ലിംഗ് സ്റ്റേറ്റ് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുന്നത് 16-ാം തീയതിയാണ്. വേറെ കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ ഇങ്ങനെ മാറി മാറിയിട്ടാണ്. അത് ആക്ച്വലി ബാങ്ക് തന്നെ സെറ്റ് ചെയ്ത് തരാണ്. ഇനി തൊട്ട് ആക്ച്വലി നമുക്ക് അറ്റ് എ ടൈം ഒരു വട്ടം നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ബില്ലിംഗ് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ഫസ്റ്റ് വീക്ക് വേണോ, സെക്കൻഡ് വീക്ക് വേണോ, തേർഡ് വീക്ക് വേണോ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതും നമ്മുടെ കസ്റ്റമേഴ്സിന് ഫേവേഴ്സ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതും ബാങ്കുകൾക്ക് ഇപ്പോൾ ഇനി ജൂലൈ തൊട്ട് ഓൾറെഡി അത് ഇംപ്ലിമെൻ്റ് ആയി. ഇപ്പോൾ ഇനി പുതിയ കാർഡ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഫേവറബിൾ ആയിരിക്കും. 4-ാമത്തെ ന്യൂസ് വന്നേക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോഷർ റൂളിനെ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂസാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അറിയാമായിരിക്കും. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ക്രെഡിറ്റ് ബിയുടെ ഒരു കാർഡിൻ്റെ ക്ലോസിങ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അത് അഗെയിൻസ്റ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് കുറേ പേർക്ക് പക്ഷേ അത് നല്ല സർവീസാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ആയിരിക്കും. പക്ഷേ എനിക്കിതുവരെ ഞാൻ ആക്ച്വലി ഞാൻ മെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ മെയിൽ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് റിപ്ലൈ വരെ തന്നിട്ടില്ല. അപ്പോൾ കോൾ വരുന്നതൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് കോളുകളല്ല, അല്ലാണ്ട് കസ്റ്റമർ കെയറിൻ്റെ സൈഡിൽ നിന്ന് ഇതിലോട്ട് കോൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കാണണ്ട ക്രെഡിറ്റ് ബില്ലിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബിൽ ലോൺസും കാർഡൊക്കെ കൊടുക്കുന്നതാണ്. അത് RBI കാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് പുതിയ റൂൾ വന്നേക്കുന്നത്
ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആക്ച്വലി ബാങ്കിൻ്റെ സൈഡിൽ ബാങ്കിന് കൊടുത്തേക്കുന്നത് ഒരു ഡേയ്സ് 7 days ആണ്. അപ്പോൾ ഈ 7 daysനുള്ളിൽ ബാങ്ക് ഇതിൻ്റെ നമുക്ക് നമ്മളിപ്പോൾ ഒരു ക്ലോസിംഗ് ലെറ്റർ അയച്ചു. അപ്പോൾ അതിന് റെസ്പോണ്ടായിട്ട് എന്താ സംഭവം കൺഫർമേഷൻ ലെറ്റർ ഒരു തിരിച്ചു മെയിൽ അയക്കണം. നമ്മൾ അതിൻ്റെ കൺഫർമേഷൻ അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 7 days നമുക്ക് ഈ കാർഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മെയിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റിയാണ്. ആ ദിവസം തൊട്ട് 500 രൂപ പെർ ഡേ പെനാൽറ്റിയാണ്. എത്ര ദിവസം വൈകി കഴിഞ്ഞാൽ പെർ ഡേ പെനാൽറ്റിയാണ്. അതും ഒരു കസ്റ്റമേഴ്സിനായിട്ട് ഒരു ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബെസ്റ്റ് ഒരു റൂളായിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് RBI നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഫേവറായിട്ട് ഇറക്കിക്കുന്ന ഒരു റൂള്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇതിൽ റൂൾ വന്നെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂളായി മാറി. ആക്ച്വലി ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് മാത്രമല്ല കേട്ടോ, പേ ലെറ്റർ കാർഡിനും ഇത് ബന്ധപ്പെടും. അപ്പോൾ ക്രെഡിറ്റ് ബിയിനും ഇത് ബന്ധപ്പെടും. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമുക്ക് ക്രെഡിറ്റ് ബിയിൽ കംപ്ലയിൻറ്റ് നോക്കണം. ഇനിയിപ്പോൾ എങ്ങനെ നോക്കാനില്ല, നമ്മൾ ജൂലൈ ഓൾറെഡി ആയല്ലോ. ഇനി അടുത്ത് വന്നേക്കുന്നത് 5ാമത്തെ നമ്മുടെ ന്യൂസ് നമ്മൾ പറയാൻ പോകുന്നത് അതും ഈ കാർഡ് ക്യാൻസലേഷനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കാർഡ് ക്യാൻസലേഷൻ്റെ കൺഫർമേഷൻ നമുക്ക് 7 days തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരും. ഇത് ആക്ച്വലി ബാങ്ക് ആൻഡ് NBFCക്കും രണ്ടിനും ബന്ധമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ബിനും ഇത് ആക്ച്വലി എന്താ പറയുക വീട് എന്താ വെച്ചാൽ ക്രെഡിറ്റ് ബിനും ഇത് പറ്റുന്നതാണ്. എന്താ വെച്ചാൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല പേ ലെറ്റർ കാർഡുകളും ഇത് ബന്ധമുണ്ടെന്ന് ആക്ച്വലി അർത്ഥം. കറക്റ്റ് എനിക്ക് ആ വേർഡ് കിട്ടിയില്ല, അതാണ് ഞാൻ മാറിപ്പോയിട്ടാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും 7 days കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാർഡ് ക്ലോസ് ആയില്ലെങ്കിൽ ബാങ്കിന് ഇനി പെനാൽറ്റി ഡെയിലി 500 രൂപ വെച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കെയർ സൈഡ് കുറച്ചും കൂടി നല്ല റിലയബിൾ ആവാനുള്ള ചാൻസ് ബാങ്കിൻ്റെ കൂടുതലാണ്. അതും നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ RBI റൂൾ ഇറക്കിക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്സ് ഇതുപോലെ കാർഡ് ക്ലോസിങ്ങിൻ്റെ ഇഷ്ടംപോലെ കംപ്ലയിൻറ്റ്സ് RBIയുടെ ഓംബുഡ്സ്മാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ റൂളൊക്കെ മാറ്റാൻ വരാൻ കാരണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ റൂൾ പറയുന്നത് 6ാമത്തെ റൂളാണ്. അതും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോഷറിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് കുറേ പേര് ചോദിക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ റൂൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തിട്ട് 1 year ആയിട്ട് സാധനം യൂസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് ആക്ച്വലി ബാങ്കുകൾക്ക് നമുക്ക് ശരിക്കും ഒരു നോട്ടിഫിക്കേഷൻ തരാൻ പറ്റും നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷേ അതിന് നമ്മൾ റിപ്ലൈ ആയിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്തില്ലെങ്കിലോ അത് ഓട്ടോമാറ്റിക്കലി ബാങ്കിന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. കുറേ പേര് നമ്മൾ ചോദിക്കുന്നതാണ് കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ. പക്ഷേ ഇങ്ങനെ ഡീആക്ടിവേറ്റ് ആയി പോകും, ക്ലോസ് ആയി പോകും. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ക്ലോസ് ആയി പോകുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ എക്സ്ട്രാ ചാർജിങ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരുത്തിക്കണം എന്ന് ആക്ച്വലി ഇപ്പോൾ RBI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ നോർമലി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇനിയിപ്പോൾ പുതിയ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ആപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം, നമുക്ക് ക്രെഡിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനൊരു ഓപ്ഷൻ വരുത്തിക്കണം എന്നാണ് ആക്ച്വലി RBI പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ലിമിറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് കാർഡ് ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാർഡിലും വരുന്ന സംശയമാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്കൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബാങ്കിൻ്റെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ കാർഡുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ബേസിക് കാർഡുകൾ തൊട്ട് എന്താ പറയുക ഒരു ഹൈ പ്രീമിയം കാർഡുകൾ വരെയൊക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ബേസിക് കാർഡിന് ചിലപ്പോൾ ഒരു 499 രൂപ നമുക്ക് മന്ത്ലി ആനുവലി ഫീസ് വരുന്നുണ്ടാവുള്ളൂ. പ്രീമിയം കാർഡുകൾക്ക് ചിലപ്പോൾ 4000 5000 രൂപ വരുന്ന കാർഡുകളൊക്കെ ഉണ്ട്, അതിനായിട്ട് കൂടുതലുള്ള കാർഡുകളുണ്ട്. പക്ഷേ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ കാർഡുകൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് പിന്നെ എനിക്ക് ഇടക്കിടയ്ക്ക് നമ്മുടെ RBIയുടെ ബാങ്കിൻ്റെ മെസ്സേജ് വരുന്നതാണ് വേൾഡ് ക്ലാസ് കാർഡിലേക്ക് ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊന്നും വേണ്ട എന്നൊരു മെസ്സേജ് വരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാർഡിൻ്റെ എൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ RBI കാർഡിൻ്റെ ആനുവൽ ഫീ എന്ന് പറയുന്നത് 999 ആണ്. പക്ഷേ ഇതിനെതിരെ കൊടുക്കേണ്ട വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ വേവ് ഓഫ് ചെയ്തിട്ട് പോയിരുന്നു. ഇപ്പം ഞാൻ ഈ വേൾഡ് ക്ലാസ് സാമ്പത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അതിൽ ആനുവൽ ഫീ വരാൻ പോകുന്നത് 4999 രൂപയാണ്, 5000 രൂപയാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല ഈ പ്രീമിയം കാർഡിൽ. ചെറിയായിട്ട് പോയിന്റ് ഡിഫറൻസും അതുപോലെ ചെറുതൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. അത് വലിയ യൂസൊന്നും വരില്ല. നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിന് ശരിക്കും വാല്യൂ ഫോളും വരില്ല. അപ്പോൾ ഇനി തൊട്ട് പുതിയ റൂൾ വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യും, ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആയിട്ട് പോകണ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ്. ഇനി അങ്ങനെ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 രൂപ പെർ ഡേ പെനാൽറ്റിയും വരും. അതുപോലെ തന്നെ ഈ നമ്മുടെ ചാർജ് എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ പുതിയ കാർഡിൻ്റെ ചാർജിൻ്റെ ട്വൈസ് എമൗണ്ട് നമുക്ക് തിരിച്ചു തരേണ്ടി വരും. അപ്പോൾ അതും ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ന്യൂസുകളെല്ലാം കഴിഞ്ഞല്ലോ. പക്ഷേ ആക്ച്വലി നമുക്കിപ്പോൾ എന്തൊക്കെയാണ് RBI റൂൾ ഫുള്ളി ഫേവർ ഫോർ കസ്റ്റമേഴ്സാണ്.
അതൊരു ശരിക്കും ഒരു നല്ലൊരു കാര്യം എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഇപ്പോൾ കാർഡുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് കൂട്ടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് ഇപ്പോൾ ഏത് ക്രെഡിറ്റ് കാർഡ് എടുത്താലും ഒരു 95-96% ക്രെഡിറ്റ് കാർഡിൻ്റെ കസ്റ്റമർ കെയറും നല്ല ബോറാണ്. റെസ്പോൺസ് വരണമെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ചയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് ഇത്ര വൈകിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബില്ലടക്കേണ്ടി വരും അത്. അപ്പോൾ അങ്ങനെയൊക്കെ കസ്റ്റമർ കെയർ സൈഡ് നല്ല ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നോക്കിയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ കുറേ റൂൾസുകൾ ആക്ച്വലി RBI കസ്റ്റമറിൻ്റെ ഫേവറായിട്ട് ഇറക്കിക്കുന്നുണ്ട്. അപ്പോൾ റൂൾസ് എല്ലാം കാര്യങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.